നമ്മളെല്ലാവരും ഈക്വലാണ് എന്ന് വിശ്വസിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഇക്വാലിറ്റി എന്ന് പറയുന്ന വാക്കുകളിലും വാല്യൂസിലും അല്ലെങ്കിൽ നമ്മുടെ മോറൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ മാത്രമല്ല ഇക്വാലിറ്റി വരുന്നുള്ളൂ. ലൈഫിൽ ആക്ച്വലി കുറേ ഹൈറാർക്കീസ് ഇല്ലേ? നമ്മൾ ആക്ച്വലി ഹൈറാർക്കീസിന്റെ എക്സിസ്റ്റൻസ് ഡിനൈ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള റീസൺ, ഹൈറാർക്കീസ് എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ക്രൂവലാണ്. ഒരാൾ നമ്മളെക്കാട്ടി മുകളിലോ അല്ലെങ്കിൽ താഴെയോ നിൽക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ക്രൂവലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ എക്സിസ്റ്റൻസ് ഡിനൈ ചെയ്യുന്നതാണ് പൊതുവിൽ എല്ലാവരും ചെയ്യുന്നത്. ആക്ച്വലി നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് നമ്മുടെ ഇന്റൻഷൻസിന്റെ ബേസിലാണ് ആളുകൾ നമ്മളെ വാല്യൂ ചെയ്യേണ്ടത്. നമ്മൾ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന വാല്യൂവിന്റെ ബേസിലാണ് നമ്മളെ ആളുകൾ ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് വാല്യൂ തരുന്നത്. ഒരാളുടെ ജീവിതത്തിൽ നമുക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസബിൾ ആണ്. കേൾക്കുമ്പോൾ നമുക്ക് ഇത്തിരി വിഷമവും ദേഷ്യവും ഒക്കെ തോന്നുമായിരിക്കും, പക്ഷെ ആക്ച്വലി അതാണ് സത്യം. ഹൈറാർക്കീസിന്റെ എക്സിസ്റ്റൻസ് ഡേഞ്ചറസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ്. പക്ഷെ അതിലും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ എക്സിസ്റ്റൻസ് ഡിനൈ ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ളവരടുത്ത് നന്നായിട്ട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ നമ്മളെ റെസ്പെക്ട് ചെയ്യും. ഒരു പരിധി വരെയാണ്, പക്ഷേ ആക്ച്വലി അതൊന്നും അല്ല കാര്യം. കഴിവ് മാത്രമാണ് നമുക്ക് ഒരാൾ റെസ്പെക്ട് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള റീസൺ എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അതും ആക്ച്വലി തെറ്റാണ്. കഴിവ് ഉള്ള ഒരാൾ, പ്രത്യേകിച്ച് ബൗണ്ടറീസ് ഒന്നുമില്ല, ആർക്ക് വേണോ കയറി ചെന്ന് എന്ത് വേണോ പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആളെ റെസ്പെക്ട് ചെയ്യും. യഥാർത്ഥത്തിൽ കഴിവുള്ളവരിൽ തന്നെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ അധികം റെസ്പെക്ട് ചെയ്യാറൊന്നുമില്ല. ഒരു അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരാൾ ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം യൂസ്ഫുൾ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത്. എന്താണ് ആക്ച്വലി റെസ്പെക്റ്റിന്റെ പിന്നിലുള്ള കൂട്ട് അല്ലെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സാമ്പാറും അവിയലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പല പല ഇൻഗ്രീഡിയൻസ് കറക്റ്റ് മിക്സ്ചറിൽ അത് മിക്സ് ചെയ്ത് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു സാധനം ഉണ്ടായി വരുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് ആളുകൾ നമ്മളെ റെസ്പെക്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിന്റെ ടൈറ്റിലിന്റെ ബേസിൽ ആളുകൾ നമ്മളെ റെസ്പെക്ട് ചെയ്യും. അതും ഒരു പരിധി വരെയൊക്കെ ഉള്ളൂ. നമ്മൾ പോകുന്ന നമ്മുടെ ആ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, ആ സ്ട്രഗിള് നമ്മളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പോകുന്ന ജേർണി യൂസ്ലെസ് ആണ്. അതേപോലെ തന്നെ ആളുകൾ നമ്മളെ റെസ്പെക്ട് ചെയ്യണമെന്നില്ല. കാരണം നമ്മൾ പോകുന്ന ജേർണി എങ്ങനെയാണ് നമ്മളെ ബാക്കിയുള്ള ആളുകൾ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ജേർണിയിലൂടെ നമ്മുടെ മാറ്റം ബാക്കിയുള്ളവരുടെ ലൈഫിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു, അവിടെ നിന്നാണ് റെസ്പെക്റ്റ് ഉണ്ടായി വരുന്നത്. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ ഒരു സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമയിൽ ഇപ്പം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ സിനിമയുടെയും ഒരു കോമൺ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു 90% ഓഫ് ദ ടൈം ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടി വന്ന് ഒരു അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും, ഓ ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യണം. ആക്ച്വലി ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ആ പ്രശ്നം സോൾവ് ചെയ്യുന്നതെന്നാണ് ഒരു ക്യാരക്ടർ ഭയങ്കര ലെജൻഡറി ആവുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ 90% പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷെ ഈ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്ത് പുറത്തു വരുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിനെയാണ് നമ്മൾ അഡ്മയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിനെയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളിൽ നമുക്ക് ആക്സസ് ഉണ്ട്, ആരെയൊക്കെ നമുക്ക് അറിയാം, ഏതൊക്കെ റിസോഴ്സുകൾ നമ്മുടെ ആവശ്യപ്രകാരം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നം വരുന്ന സമയത്ത് പല ആളുകളും പേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ? എന്തൊരു സിറ്റുവേഷനിലും ഏതൊരു പ്ലേസിലും ആരെടുത്ത് വേണമെങ്കിലും നമുക്ക് യെസ് ഓർ നോ പറഞ്ഞിട്ട് ലൈഫ് ഒരേപോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. റെസ്പെക്റ്റ് ഒരിക്കലും ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. റെസ്പെക്റ്റ് എപ്പോഴും സ്ട്രക്ചറലാണ്. എന്താണ് ആക്ച്വലി റെസ്പെക്റ്റ് എന്ന് പറയുന്നത്? ആളുകൾ നമ്മളെ പേടിക്കുന്നതാണോ, അല്ലെങ്കിൽ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നതാണോ? റെസ്പെക്റ്റ് എന്ന് പറയുന്നത് വാക്കുകളില്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ വാക്കുകളില്ലാതെ ഒരാൾ നമ്മളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഒന്നാലോചിച്ച് നോക്ക്, പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു ട്രൈബൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൈബിലെ ലീഡർ ഒരിക്കലും ലൗഡസ്റ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല. നമുക്ക് ഒരാവശ്യം വരുന്ന സമയത്ത് നമുക്ക് വിളിക്കാൻ പറ്റും, പക്ഷേ എപ്പോഴും ആക്സസിബിൾ അല്ല പുള്ളിയായിട്ട് നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ ഒരാവശ്യം വരുന്ന സമയത്ത് നമ്മൾ വിളിച്ചാൽ നമ്മുടെ കാര്യം വന്ന് പെട്ടെന്ന് ചെയ്തു തന്നിട്ട് പെട്ടെന്ന് പോകുന്ന ഒരാൾ. അതേപോലെ തന്നെയാണ് ജീവിതത്തിൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ. നമ്മളെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഒരു റെസ്പെക്റ്റ് കൊടുക്കാറില്ല. പക്ഷേ നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വന്ന് അത് തീർത്തിട്ട് പെട്ടെന്ന് പോകുന്ന ഒരാളുണ്ടാവും. അവരെ നമ്മൾ ആക്ച്വലി റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നോൺ റിയാക്ടിവിറ്റിയാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏതൊരു റൂമിലും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നം മുമ്പിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ക്വയറ്റായിട്ട് അല്ലെങ്കിൽ സൈലൻ്റായിട്ട് അത് ഫേസ് ചെയ്യുന്ന ഒരാളായിരിക്കും. എപ്പോഴും തുള്ളിച്ചാടി ആ പ്രശ്നം വരുമ്പോൾ അതിലേക്ക് എടുത്ത് ചാടുന്നു, ഈ പ്രശ്നം വരുമ്പോൾ അതിലേക്ക് എടുത്ത് ചാടുന്നു. അവർ ആക്ച്വലി ഭയങ്കര ഇമോഷണലി വൾണറബിൾ ആണ്. അവരെ നമ്മൾ ആക്ച്വലി വലുതായിട്ട് റെസ്പെക്ട് ചെയ്യുന്നൊന്നുമില്ല, കാരണം അവർക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ പൊതുവിൽ റെസ്പെക്ട് ചെയ്യാതെ. ആക്ച്വലി ഇത് ചെയ്യുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. അവർ ആക്ച്വലി ഇൻഫർമേഷൻ ഹൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പുറത്തിരിക്കുന്ന ആൾക്കറിയില്ല അടുത്ത് ഈ ആൾ എന്താണ് ചെയ്യാൻ പോകുന്നത്.
ആ ഒരു ഫിയർ ഉണ്ടല്ലോ, അടുത്ത സ്റ്റെപ്പ് അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ആ ഫിയറാണ് ആക്ച്വലി ആ സ്ഥലത്ത് അയാൾക്ക് റെസ്പെക്റ്റ് ഉണ്ടാക്കി തരുന്നത്. അല്ലെങ്കിൽ ആ സ്ഥലത്ത് അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നോൺ റിയാക്റ്റീവ് ബിഹേവിയർ ഉണ്ട്, അതാണ് റെസ്പെക്റ്റ്. റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ആണ്. നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തു തീർക്കുന്ന ഒരു രീതി, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ്സ്. ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആർക്ക് വേണോ ട്രിഗർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി സ്റ്റാൻഡേർഡ്സ് ഒന്നുമില്ല, നമുക്ക് ആക്ച്വലി ബൗണ്ടറീസ് ഇല്ല. ആർക്ക് വേണോ വന്ന് നമ്മുടെ ലൈഫിൽ കയറി നമ്മുടെ ജീവിതത്തിനെ പറ്റി ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് ബൗണ്ടറീസ് ഇല്ല. ബൗണ്ടറീസ് ഇല്ലാത്ത ആളുകളെ പൊതുവിൽ ആളുകൾ റെസ്പെക്റ്റ് ചെയ്യാറില്ല. ഒരു കുട്ടി ഒരിക്കലും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പേര് മനസ്സിലാക്കിയതിന് ശേഷം എപ്പോഴെപ്പോഴും ചോദിക്കാറില്ല എൻ്റെ പേരെന്താണെന്ന്. അതേപോലെ തന്നെ ആയിരിക്കണം ഒരു ലീഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബിലോങ് ചെയ്യുന്നു എന്ന് നമുക്ക് ആദ്യം തോന്നിക്കഴിഞ്ഞാൽ അത് ആക്ച്വലി ആളുകൾക്കും തോന്നും. ആ തോന്നലാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇനി ആക്ച്വലി ഞാൻ റെസ്പെക്റ്റ് ഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു 3 ഫണ്ടമെൻ്റൽ ട്രൂത്ത്സ് പറയാൻ പോവുകയാണ്. ആദ്യത്തെ ഫണ്ടമെൻ്റൽ വേ എന്ന് പറയുന്നത് റെസ്പെക്റ്റ് യുവർ സെൽഫ് ഫസ്റ്റ്. ഇത് തുടങ്ങുന്നത് വേറെ ആരിലും നിന്നൊന്നുമല്ല, ഇത് തുടങ്ങുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും വയറിങ് എന്ന് പറയുന്നത് ആക്ച്വലി വേറൊരാളുടെ വർത്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ വർത്ത് തന്നെയാണ് ബേസിക്കലി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളത്. സോഷ്യലും എവല്യൂഷണറി ആയിട്ടുള്ള ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ ഇതിനെപ്പറ്റി ഒരുപാട് പുസ്തകങ്ങളിൽ ഇതിനെപ്പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ വർത്ത് തുടങ്ങുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്. അവർ എടുത്തു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നതാണ് ഒരാൾ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസ് ഫാക്ടറായിട്ട് അവർ കണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ വേറൊരാളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ ഒരു അഡ്വൈസ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെ പിടിച്ചു നിർത്താൻ പാടില്ല. കാരണം എല്ലാവരുടെയും ജേണി ആക്ച്വലി ഡിഫറെൻ്റ് ആണ്. എല്ലാവരും പോകുന്ന വഴികളും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആർക്കും നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ജഡ്ജ്മെൻറ്റ് പ്രോപ്പറായിട്ട് കാണത്തില്ല. അതുകൊണ്ട് അവരുടെ ഒപ്പീനിയൻസ് ഒരിക്കലും നമ്മളെ താഴേക്ക് വലിക്കാനും നോക്കരുത്. നമ്മൾ ഒരുപാട് അതിൽ മുഴുകി പോകാനും പാടില്ല. അവർ പറയുന്നതൊക്കെ കേട്ടിരുന്ന് അവർക്ക് മനസ്സുകൊണ്ട് ഒരു ഓൾ ദി ബെസ്റ്റൊക്കെ പറഞ്ഞ് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ടുള്ളൊരു ധൈര്യം അല്ലെങ്കിൽ കറേജ് അല്ലെങ്കിൽ ആ ഒരു പെർസിസ്റ്റൻസ്, എന്തൊക്കെ സംഭവിച്ചാലും ഞാനിത് ചെയ്ത് തീർക്കും എന്നുള്ളൊരു ഡ്രൈവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ധൈര്യം നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് നമ്മൾ ജനറേറ്റ് ചെയ്യണം. കാരണം ആക്ച്വലി നമ്മൾ സോഷ്യൽ ബീയിങ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സിസ്റ്റംസ് അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ് ആണ് നമ്മൾ ആരാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് ഡിസൈനായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഡിസൈൻ ചെയ്തെടുക്കണം. നമ്മൾ നമ്മുടെ അടുത്ത് വയ്ക്കുന്ന കമ്മിറ്റ്മെൻറ്റ്സ്, നമ്മൾ ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുന്ന കമ്മിറ്റ്മെൻറ്റ്സ്, അത് നമ്മൾ ഓണർ ചെയ്യാൻ പഠിക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ബാക്കിയുള്ളവർക്ക് വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഷോർട്ട് ടേം ഒക്കെ ആയിരിക്കും. നമ്മുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നാളെ അത് മനസ്സിലാവും നമ്മളത് ചെയ്തതിൻ്റെ പിന്നിലുള്ള റീസൺ. അത് ഒരുപാട് ജസ്റ്റിഫൈ ചെയ്ത് കുളവാക്കാതെ അതിന് ആ പ്ലേസിൽ തന്നെ വെച്ചിട്ട് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. കാരണം ഇതിലേക്ക് നമ്മൾ ഒരു ദിവസം തിരിച്ചു വരുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. ആ സമയം നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോറൽ റിവാർഡും കാര്യങ്ങളൊന്നും അല്ല. നമ്മുടെ ഇൻറ്റൻഷൻ ബേസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ടിനെ ബേസ് ചെയ്ത് ആളുകൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നത്, അത് ആക്ച്വലി ഒരു സ്ട്രക്ചറിൽ ഡിപ്പെൻഡൻസിൻ്റെ കോൺസിക്വൻസ് മാത്രമാണ്. സൈക്കോളജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻസ് എന്ന് പറയുന്നത് എപ്പോഴും പേടിക്കുന്ന ഒരു കാര്യമുണ്ട്, ഉള്ള സാധനം കളഞ്ഞു പോകുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോവുക എന്ന് പറയുന്നത് അതൊരു പേടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആളെ നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് നമുക്ക് ഇതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് ഒരാളെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ നിമിഷം നമ്മുടെ റെസ്പെക്റ്റ് അവിടെ ഇല്ലാതാവുകയാണ്. പക്ഷേ അതേസമയം നമ്മൾ ഒരാളുടെ ലൈഫിൽ ഭയങ്കര യൂസ്ഫുള്ളാണ്, നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ അവർ വില്ലിങ് ആയിരിക്കും. ആളുകൾ നമ്മുടെ ബൗണ്ടറീസ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ചിന്തിക്കും. അവർ നമ്മളെ ഡോമിനേറ്റ് ചെയ്യാൻ നോക്കുന്നതിന് പകരം നമ്മളുമായിട്ട് അലൈൻഡ് ആവാനായിട്ടുള്ള വഴികൾ നോക്കും. ആളുകളുടെ ബിഹേവിയറിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാവും. റെസ്പെക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കൺസിസ്റ്റൻ്റ്ലി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കൂട്ടം ആളുകളുടെ അടുത്തേക്കാണ്. അവർക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. അവരുടെ പ്രത്യേകതകളെന്ന് പറയുന്നത് ഒരു ഫീൽഡിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് ഉള്ള ആളുകളാവാം, ഭയങ്കര റെയർ ആയിട്ടുള്ള കോമ്പീറ്റൻസ് ഉള്ള ഒരു വ്യക്തിയാവാം, ചില റിസോഴ്സുകൾക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കാം, ഒരു അതോറിറ്റിയിൽ ഡിസിഷൻ പവർ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ഇതിനെല്ലാത്തിനും പുറമെ ഒരു സ്വന്തമായിട്ട് തന്നെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഉള്ള ഒരു വ്യക്തി കൂടിയാവാം. ഇതിൻ്റെ ഒരു ഡേഞ്ചർ സ്പോട്ട് എന്ന് പറയുന്നത് സ്കേർസിറ്റി കമ്പൈൻഡ് വിത്ത് റിലയബിലിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റെസ്പെക്റ്റിൻ്റെ ചീറ്റ് കോഡാണ് ലൈഫിൽ. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചില കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ആളുകളെയൊക്കെ കളിയാക്കാറുണ്ട്. ആ കളിയാക്കുന്ന കുട്ടി ആദ്യം ഇത് ചെയ്യുന്ന സമയത്ത്
ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നും ബാക്കിയുള്ള കുട്ടികൾക്ക് അതൊരു മോട്ടിവേഷനാണ് പിന്നും ചെയ്യാനായിട്ട്. ലൈഫിൽ ആ കുട്ടി വളരുന്ന സമയത്ത് ലൈഫിൽ ബൗണ്ടറീസ് ഒന്നും സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഏത് കാര്യത്തിൽ വേണോ ആവാം, ആ കുട്ടി ബൗണ്ടറി ലൈഫിൽ സെറ്റ് ചെയ്യാത്തടത്തോളം കാലം ആ കുട്ടീനെ ആളുകൾ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ബാഡ് ബിഹേവിയറിന് എപ്പോഴും ഒരു കോൺസിക്വൻസ് ഉണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആളുകൾ എപ്പോഴും നമ്മുടെ തലയുടെ മണ്ടയിൽ കൂടെ ഓടാൻ നോക്കും. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ യൂസ്ഫുൾ ആയിരിക്കും. എനിക്കും പേഴ്സണലി വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. വായിക്കുന്നവർക്കും നമ്മളിപ്പോൾ ജനറലി എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം.